അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ഫിറോസ് കുന്നംപറമ്പിലാണ്. എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി. 7 വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റയ്യാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജ്ജയൊക്കെ വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ. 6 മാസത്തോളമായിട്ട് ആ കുഞ്ഞ് ഈ വേദന സഹിച്ചവിടെ കിടക്കുമ്പോ നിങ്ങളല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല എന്നുള്ളതാ. ഈ പരിശുദ്ധമായ ഈ ഒരു മാസം ഈ ഒരു വീഡിയോ കണ്ടാൽ ഏതൊരു മലയാളികളുടെ മനസ്സും ഒന്ന് നോവും. കാരണം ആ ഒരു കാഴ്ച വളരെ സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം ഒരു കൊച്ചു കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുകയാണ്. അതിന്റെ സഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പരക്കെ വ്യാപിച്ചു കിടക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ നമുക്ക് ഒന്ന് സഹായിക്കാതിരിക്കാൻ തോന്നില്ല. അത്രയ്ക്കും കഠിനമായിട്ടുള്ള ഹൃദയമൊന്നും അല്ലല്ലോ നമ്മുടേത്. തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കാൻ ശ്രമിക്കും. അതിന്റെ ഡീറ്റെയിൽസും അതുപോലെ അക്കൗണ്ട് നമ്പർ സഹിതമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് അത്രയ്ക്ക് മനസ്സലിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെറും തട്ടിപ്പാണ്. 7 മാസം മുൻപ് ഈ ഒരു കുഞ്ഞ് മരിച്ചുപോയി. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സഹായ അഭ്യർത്ഥന എന്ന പേരിൽ ഫിറോസ് കുന്നംപറമ്പിന്റെ ആ ഒരു വീഡിയോ അതൊക്കെ ചേർത്തുകൊണ്ട് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഈ ഒരു വൻ കൊള്ള നടത്തുന്നത്. എന്ത് തരം വേട്ടയാണല്ലേ ഇത്? കുട്ടി, അതായത് ഒരു 7 മാസം മുന്നേ ആ കുഞ്ഞ് മരിച്ചുപോയി. ആ ഒരു കുഞ്ഞിന്റെ വീഡിയോ എടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഡേറ്റും വെച്ച് അതുപോലെ പുതിയൊരു അക്കൗണ്ട് നമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്നത്. എന്തായാലും അതിനെ പറ്റിയുള്ള വാർത്തയാണ്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. 1ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മുഹമ്മദ് റയാൻ എന്ന കുട്ടിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് വൻ കൊള്ളയാണ്. മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കെ ചികിത്സയ്ക്കായി പണം സമാഹരിക്കുവാൻ ഫിറോസ് കുന്നംപറമ്പിലിന്റെ കൂടി സഹായത്തോടെ മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയാണിത്. ഇതിൽ എഡിറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അരങ്ങേറുന്നത്. ഈ കുട്ടിയുടെ പിതാവായ റഷീദാണ് മനോരമ ന്യൂസുമായി ബന്ധപ്പെട്ട് വേദനയോടെ ഈ വിവരം അറിയിക്കുന്നത്. ഓമനിച്ച് വളർത്തിയ കുട്ടി നഷ്ടമായ വേദന ഒരു ഭാഗത്ത്, ആ മുറിവുണങ്ങും മുമ്പാണ് തന്റെ കുട്ടിയുടെ പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്ന വിവരം ആ പിതാവ് അറിയുന്നത്. ഒന്നോർത്തു നോക്കൂ, എത്ര ദയനീയമായ അവസ്ഥയാണത്. പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. എങ്ങനെയും മനുഷ്യർക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ആ ഒരു കുഞ്ഞിനെ ആരെങ്കിലും സഹായിക്കുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പണത്തിന് അത്യാവശ്യമായിരിക്കും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹായം കൊണ്ട് തന്നെ അവരുടെ ആ ജീവൻ കിട്ടുന്ന ഒരു അവസ്ഥ വരുന്ന ആ ഒരു വ്യക്തിക്ക് ഇതുപോലെ തട്ടിപ്പുകൾ നമ്മൾ കാണുകയാണെങ്കിൽ ശരിക്കും നമുക്കത് സഹായിക്കാൻ തോന്നുമോ? ആ ഒരു വ്യക്തിക്ക് ആ ഒരു പൈസ അത്രയ്ക്ക് അത്യാവശ്യമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇതുപോലെയുള്ള തട്ടിപ്പ് കേസുകൾ തന്നെ വരുമ്പോൾ തന്നെ നമ്മൾ മലയാളികൾ ഒന്നും മടിക്കും. മലയാളികളെന്ന് മാത്രമല്ല, മൊത്തം നമ്മുടെ ഈ ഒരു സഹായം ചെയ്യണം എന്നുള്ള മനോഭാവം തന്നെ അങ്ങ് ഇല്ലാതായിപ്പോ. കാരണം നോക്കുമ്പോൾ അത് ചിലപ്പം മറ്റു കേസ് പോലെ ഇതും തട്ടിപ്പാകില്ലേ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും. അത് ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമം തോന്നുന്നതിന്. കാരണം സഹായം കിട്ടേണ്ട ആൾക്ക് ഇത് നിഷേധിക്കുന്ന രീതിയിൽ പോലെയുള്ള ഒരു സംഭവമായിപ്പോയി. എന്തായാലും ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഫിറോസ് കുന്നംപറമ്പിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മുഹമ്മദ് റയ്യാൻ എന്ന് പറയുന്ന കുട്ടി മച്ച മാറ്റിവെക്കലിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ്. ഇന്നും ആ കുഞ്ഞിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡേറ്റും അതുപോലെ തന്നെ അക്കൗണ്ടും മാറ്റിവെച്ചുകൊണ്ട് വലിയ ഒരു ലോബി അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് റയാൻ എന്ന് പറയുന്ന ഒരു മോന്റെ പ്രശ്നമല്ല, മറിച്ച് ഇന്ന് കേരളത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിർധനരായ രോഗികളുടെ പല വീഡിയോകളും ഞങ്ങളുടേത് തന്നെ. നമ്മളൊരു രോഗിക്ക് വേണ്ടി വീഡിയോ ഇട്ടാൽ ആവശ്യത്തിനുള്ള ഫണ്ടായി അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാറ്റി ആ വീഡിയോനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വീഡിയോ ഇതുപോലെ അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം തട്ടുന്ന വലിയ ഒരു ലോബി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനെതിരെ
അതായത് ഇത്തരത്തിൽ പ്രയാസങ്ങൾ ബാധിച്ച ഓരോ രോഗിയും അവരുടെ കുടുംബങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതിനെതിരെ നിരന്തരം പരാതിപ്പെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സമീപിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് വരെ ആയിട്ടും അത്തരം പരാതികൾക്ക് ഒരു പരിഹാരമോ അതല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വീഡിയോ കണ്ടിട്ട് നന്മയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സഹായിക്കുന്നു. പക്ഷേ ഇതിലൂടെ ഇത്തരം ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ആളുകളുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ഒരു ലോബി പ്രവർത്തിക്കുമ്പോൾ ആ ലോബിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം, അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയാണ് അഭ്യർത്ഥിക്കാൻ. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അറിയുന്നത് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെയാണ്. പ്രത്യേകിച്ച് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ ഒരു വിപുലമായിട്ടുള്ള ആ ഒരു പേജ് തന്നെ. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ഇത് പല ഗ്രൂപ്പുകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്നത് അതിനെക്കുറിച്ചുള്ള സ്കാമുകൾ ഒരുപാടുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു വിവാഹത്തിന്റെ ഒരു തട്ടിപ്പുണ്ടായിരുന്നു, ഒരു മാട്രിമോണിയൽ ഉഡായിപ്പ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അതിലെ ബഹുരസം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. അപ്പൊ തന്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുമായിരുന്നു. ഈ ഒരു തട്ടിപ്പ് വീരൻ എന്താ ചെയ്തത്, ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഒരു ബ്രോക്കർ ആണെന്നുള്ള രീതിയിൽ ഈ ഫോട്ടോയെ പല രീതിയിലും പലർക്കും സെൻഡ് ചെയ്തു കൊടുത്തു. കാരണം വിവാഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാട്രിമോണിയൽ പെണ്ണന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ. അപ്പൊ ആ ഒരു കേസിൽ ഈ ഒരു ഫോട്ടോ നേരെ ഈ പെൺകുട്ടിക്ക് തന്നെ എത്തുകയാണ്. കാരണം പെൺകുട്ടി തന്റെ സഹോദരന് വേണ്ടിയിട്ട് ഒരു പെണ്ണന്വേഷിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അങ്ങനെയാണ് ഇത് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ ഒരു ഫോട്ടോ, അതായത് തന്റെ ഫോട്ടോ തന്നെയാണ് തന്റെ സഹോദരന്റെ പെണ്ണായി നോക്കാൻ വേണ്ടിയിട്ട് അയച്ചത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ തന്നെ ഈ മനുഷ്യർ പണം തട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്. ഈ ഒരു കേസും അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് റയാന്, അതായത് ആ ഒരു കുട്ടി മരണപ്പെട്ടിട്ട് 7 മാസം കഴിഞ്ഞിട്ട് പോലും അതിന്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് അതിലും വൻ വേട്ട ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വീഡിയോ എത്രത്തോളം പ്രചരിച്ചപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ റയാന്റെ വാപ്പയുടെ കണ്ണിൽ പിടുകയാണ്. മനോരമ ന്യൂസുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇതൊരു ഫേക്കാണ് എന്നുള്ള കാര്യം. അതുകൂടാതെ തന്നെ റയാന്റെ വാപ്പായും ലൈവിൽ വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കത് കേട്ടു നോക്കാം. എൻ്റെ പേര്, ഞാൻ മുഹമ്മദ് റയാന്റെ വാപ്പയാണ്. എൻ്റെ മകൻ മരണപ്പെട്ടിട്ടിപ്പോൾ 7 മാസമായി. മാർച്ച് 27-ാം തീയതി മരണപ്പെട്ടതാണ്. അപ്പം എൻ്റെ കുട്ടിൻ്റെ വീഡിയോ വീണ്ടും ആരോ പുതിയ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് കഴിഞ്ഞ മാസം 29-ാം തീയതിയും 2-ാം തീയതിയിലും ഡേറ്റ് വെച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നോക്കണേ, ആ ഒരു പിതാവിന്റെ അവസ്ഥയൊന്ന് നോക്ക്. 7 മാസത്തിന് മുന്നേ കുഞ്ഞ് മരിച്ചതാണ്. ആ ഒരു കുഞ്ഞിന്റെ പേരിൽ വീണ്ടും വലിയ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥ തന്നെ വളരെ വിഷമം ഉണ്ടാക്കുന്നത് തന്നെയാണ്. റയാന് ബ്ലഡ് ക്യാൻസർ വന്നാണ് ഈ ഒരു കുഞ്ഞ് മരിച്ചത്. മജ്ജ മാറ്റിവെക്കൽ എന്ന് പറയുന്ന മാത്രമേ അവിടെ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 50 ലക്ഷം രൂപ ഈ ഒരു കുഞ്ഞിന് ആവശ്യമുണ്ട് ആ ഒരു ഓപ്പറേഷന് വേണ്ടി. പക്ഷേ ഇവർക്ക് ആ ഒരു പ്രതീക്ഷകൾ ഇല്ലാതായിപ്പോയി. കാരണം അതിനു മുന്നേ തന്നെ ഒരു കുഞ്ഞ് റയാൻ മരിക്കുക ചെയ്തു. അപ്പൊ ഇതെല്ലാം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയാണ് ആ ഉമ്മയും ബാപ്പായും സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കേസും കൊടുത്താൽ, പക്ഷെ ഇത് പോലീസുകാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു തരത്തിൽ വരുമ്പം ചില പാവപ്പെട്ട ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിന്റെ പിന്നിലുള്ള ഒരു വൻ ലോബി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഒരു ഇരയാകുന്നത് ഈ സാധാരണക്കാരായ ജനങ്ങൾ, അതായത് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരാണ് എന്നാണ് പറയുന്നത്. അവർക്ക് എന്ന് പറഞ്ഞാൽ തുച്ഛമായ പൈസ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടേതായ ഡീറ്റെയിൽസും എല്ലാം ഇവർക്ക് അങ്ങ് കൊടുക്കും. കാരണം വിദ്യാഭ്യാസം ഏറ്റവും കുറവുള്ള ഒരു മേഖലയാണ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നതിന്. അപ്പൊ അവിടെ വിദ്യാഭ്യാസം എന്ന് നോക്കുമ്പോൾ വളരെ താഴ്ന്ന ലെവൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചിന്തിക്കാനോ ഇതിന്റെ വരുംവരായിക എന്തായിരിക്കും എന്നുള്ള അവർക്ക് അറിയില്ല. ആരെങ്കിലും തുച്ഛമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിരിക്കും. എന്തായാലും ഈ വൻ തട്ടിപ്പ് നടത്തുന്ന കേസുകൾ തന്നെ റെയർ ആയിട്ടുള്ള തന്നെ ആയിരിക്കും ജെനുവിൻ കേസുകളും ഉണ്ടായിരിക്കും നമ്മുടെ ചുറ്റും. ഇപ്പൊ നമ്മൾ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെടുത്ത് നോക്കുമ്പോൾ തന്നെ പല രീതിയിലും ഇത് ഷെയർ ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഇന്ന ആൾക്ക് ഇത്ര സഹായം വേണം, അത്യാവശ്യമാണ് എന്ന്. പക്ഷെ എല്ലാ കേസുകളും അങ്ങനെയല്ല. എന്നിരുന്നാലും നമുക്ക് ആ ഒരു ജെനുവിനിറ്റി ഉള്ള ഏത് കേസാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ അന്വേഷണം നടത്തിയിട്ട് വേണം നമ്മളൊരു സഹായം ചെയ്യുകയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആ ഒരു കാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇനി ഒരാളെയും ആരും വഞ്ചിക്കരുത്. അതും ഇതുപോലുള്ള സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ ഇട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് അതിന്റെ സത്യാവസ്ഥ ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം നമ്മൾക്കത് സഹായിക്കാനുള്ള നമ്മളെ മനസ്സ് നമ്മൾ സഹായിക്കണം തീർച്ചയായിട്ടും. അത് അപ്പം നിർബന്ധമായും അത് അർഹതപ്പെട്ട ആളിലേക്ക് തന്നെ എത്തണം എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മളിത് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഒരു സഹായം ചെയ്യേണ്ടത്.